പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം 6-ാം തീയതി. പരിശുദ്ധ കന്യകയുടെ എളിമ. ലോകപരിത്രാതാവിൻ്റെ ആഗമനം സമീപിച്ചുവെന്ന് യഹൂദ വനിതകൾ മനസ്സിലാക്കിയിരുന്നു. അതിനായി പലരും തങ്ങളെ തന്നെ ഒരുക്കിയിരുന്നു. പലരും ദേവമാതാവാകാനുള്ള മോഹന സ്വപ്നങ്ങൾ പലതും കണ്ടിരിക്കണം. എന്നാൽ പരിശുദ്ധ മറിയം ദേവമാതാവിൻ്റെ ദാസിയാകുവാനായിരിക്കാം ആഗ്രഹിച്ചത്. അവൾ രക്ഷകന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ തനിക്ക് ആ ദേവകുമാരൻ്റെ മാതാവാകാനുള്ള യോഗ്യതയുണ്ടെന്ന് കരുതിയിരുന്നില്ല. പരിശുദ്ധ കന്യകയുടെ എളിമയാണ് ത്രിത്വത്തിലെ രണ്ടാം ആളായ സുതനായ ദൈവത്തെ അവളുടെ പക്കലേക്ക് ആഗ്രഹിച്ചത് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു. മേരിയുടെ അഗാധമായ എളിമ അവളുടെ കൃതജ്ഞതാലാപനം തന്നെ വ്യക്തമാക്കുന്നു. എലിസബത്ത് പരിശുദ്ധ കന്യകയെ അഭിവാദ്യം ചെയ്ത് അവളെ വാനോളം പുകഴ്ത്തുകയും അനുമോദിക്കുകയും ചെയ്തു. തദവസരത്തിൽ ദിവ്യജനനി ദൈവത്തോടുള്ള ഭാരമായ കൃതജ്ഞതയും എളിമയും വ്യക്തമാക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവിൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. എന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. വിശുദ്ധ ലൂക്ക 1-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധ കന്യക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇപ്പോൾ മാത്രമല്ല, അവിടുത്തെ ജീവിതകാലം മുഴുവനും അത് ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇത് ദൈവജനനിയുടെ ഒരു ആത്മാവിഷ്കാരമാണ്. യഥാർത്ഥ എളിമ എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അതിലൂടെ മറിയം വ്യക്തമാക്കുന്നു. ദൈവത്തെയും നമ്മെയും അറിയുക. ആ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ദൈവത്തോടും മറ്റ് സൃഷ്ടവസ്തുക്കളോടുമുള്ള ബന്ധത്തിൽ അർഹമായ സ്ഥാനം നൽകുക എന്നതാണ് എളിമ. മേരി അവളുടെ മഹത്വകാരണം എളിമയാണെന്ന് പ്രഖ്യാപിക്കുന്നു. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകൾ ദിവ്യജനനി മുൻകൂട്ടി മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയാണ്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ കന്യക ഒരു പ്രവചനം നടത്തുകയാണ്. ആ പ്രവചനം എത്ര സാർത്ഥകമായിരുന്നു. തിരുസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, വിശുദ്ധന്മാർ എല്ലാവരും മറിയത്തെ പ്രകീർത്തിക്കുന്നതിൽ ഉത്സുകരായിരുന്നുവെന്ന്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അക്രൈസ്തവരും മറിയത്തെ സ്തുതിക്കുന്നതിൽ തൽപരരായിരുന്നു. ദൈവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അവരോധിതയാണെങ്കിലും മേരി നസ്രത്തിലെ വിനീത കന്യകയായിട്ടാണ് ജീവിച്ചത്. എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോഴും ക്രിസ്തുനാഥൻ്റെ പിറവിയിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും എല്ലാം മറിയത്തിൻ്റെ വിനയവും എളിമയും പ്രകാശിതമാകുന്നു. മാതാവിൻ്റെ മക്കളായ നാം അമ്മയെ അനുകരിച്ച് എളിമയുള്ളവരാകണം. താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ, എന്നാൽ ഭൂമി അവർ അവകാശമായി അനുഭവിക്കും എന്നുള്ള ക്രിസ്തുനാഥൻ്റെ വാക്കുകൾ നമ്മിൽ അന്വർത്ഥമാകും. ഇനി നമുക്ക് ഒരു സംഭവം കേൾക്കാം. മുഹമ്മദ് മത സ്ഥാപകനായ മുഹമ്മദും ഖുർആൻ ഭാഷ കർത്താവായ കർത്തയും മറ്റനവധി വ്യക്തികളും പരിശുദ്ധ കന്യകയെ സ്തുതിക്കുന്നു. ഇന്ന് വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രസിദ്ധമാണല്ലോ. 1970 ബാംഗ്ലൂരിലുള്ള നാഷണൽ കാത്തക്കിറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെൻ്ററിൽ ഒരു പരിപാടിയുണ്ടായിരുന്നു. മാനസാന്തരപ്പെട്ടവരുടെ അനുഭവ വിവരണം. ഒരു പാഴ്സി, ജോസഫ്, മുഹമ്മദ്, ഒരു ഹിന്ദുവായ രാജമാണിക്യം എന്നീ 3 പേർ വന്ന് അവരുടെ മാനസാന്തര കഥ വിവരിച്ചു. 3 പേരുടെയും മാനസാന്തരത്തിന് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയാണ് കാരണമായത് എന്നവർ പ്രസ്താവിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഹിന്ദുവിൻ്റെ മാനസാന്തരം ശ്രദ്ധേയമാണ്. അയാൾ ഒരു നാസ്തികനായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ അവിടെ ദിവ്യരക്ഷാ സഭാക്കാരുടെ സെമിനാരിയോട് റിഡംപ്റ്ററിസ്റ്റ് സെമിനാരി അനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ സംബന്ധിക്കുവാൻ ഇടയായി. അയാൾ BA ബിരുദം സമ്പാദിച്ചതിനു ശേഷം ജോലിയില്ലാതെ വിഷമിച്ചു. ജോലി കിട്ടുവാൻ വേണ്ടി 9 ദിവസം നൊവേനയിൽ സംബന്ധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. 2 ദിവസം നവനാളിൽ സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി. മാതാവിൻ്റെ സഹായം ഒന്നു മാത്രമാണ് അതിനിടയാക്കിയത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച് അദ്ദേഹം ധാരാളം അറിവ് നേടി. 1965 സഭയെ സമാശ്ലേഷിച്ചു. അയാൾക്ക് പ്രതിസ്വത്തായി 50,000 രൂപയോളം തന്നിമിത്തം നഷ്ടപ്പെട്ടു. എന്നാൽ അയാൾ പറഞ്ഞു, എനിക്ക് പരിപൂർണമായ സമാധാനവും സംതൃപ്തിയും ലഭിച്ചു. എനിക്ക് സ്വർഗീയ മാതാവായ പരിശുദ്ധ കന്യകാമറിയം ഉള്ളപ്പോൾ ലൗകിക സമ്പത്തെല്ലാം നിസ്സാരമാണ്.